ഇങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കോക്ടെയിൽ ഉണ്ട്, പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കേക്ക് ബിരിയാണി, എല്ലാ ബിരിയാണി ഏതാ വേണ്ട. ചെറുതായി ഒന്ന് വഴി തെറ്റിയിരുന്നു. ഹലോ മമ്മു, നിങ്ങൾ KSRTC ബസ് കയറും? സൗജന്യ യാത്ര ഉണ്ടോളി? എടാ ഇരുന്നടാ, ഇവിടെ കേട്ടിട്ടൊരു വ്യൂ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ഗൈസ്? അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, പിന്നെ നമ്മളെ ഗ്യാങ് ഹൗസിൻ്റെ വീഡിയോ ഷമീറിൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി ഇന്നലെ വന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിനി കുറച്ച് വ്ളോഗൊക്കെ ഇടാൻ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞു വ്ളോഗ് ഇട്. പിന്നെ ലൈവ് എന്തായാലും നമ്മൾ ഓൾറെഡി ബ്രേക്ക് എടുത്തിട്ടുള്ളത്. ലൈവ് നമ്മൾ വരുന്നതാണ്. ഇത് കണ്ട, ഇത് നമ്മളെ വീടിന് മുമ്പ് തന്നെ ഉള്ളൊരു കായലാണ്. ഇത് രാത്രിയല്ല, രാത്രി വെളിച്ചമുണ്ടാവില്ലല്ലോ, വൈകുന്നേരം കാണാൻ അടിപൊളി വ്യൂ ആട്ടാ. അപ്പോൾ രാവിലെയാണ്, എല്ലാവരും എണീക്കുന്നേ ഉള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ തന്നെ ടൈം ആവും. ഇതാണ് നമ്മളെ ഹാള്, ഷമീറിൻ്റെ PC. പിന്നെന്താ പറയുക, ഫുഡ് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. നമ്മൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് പുറത്ത് പറഞ്ഞിട്ടുള്ള നല്ല ഇത് കോവക്ക വറവ്. കോവക്ക നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് കുറേയായി. പിന്നെ ഇതെന്താ, ഫിഷ് ഫ്രൈ ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തോ പിക്കിൾസ്, പിന്നെ എന്തോ 2 കറിയുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ അത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങി എഴുന്നിച്ചില്ല. അപ്പോൾ കിടക്കാൻ വൈകുന്നുണ്ട്. ഞാൻ റൂമൊന്നും കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ബെഡും പരിപാടി കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ ബെഡ്, സോഫ, പിന്നെ ഒന്ന് ഫർണിഷ്ഡ് ആക്കേണ്ട പരിപാടി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഈ കായലുള്ളതുകൊണ്ട് നമുക്കെന്തോ ഒരു നല്ലൊരു ഫീലാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മോൾ ഭാഗമെല്ലാം കാണാൻ നല്ല ഒരു ചുവപ്പ് കളറിൽ ആകാശമെല്ലാമായിട്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇവിടെ കിടില ഒരു വ്യൂ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മണ്ടക്ക് വന്നിട്ടുള്ളത്. ഈ വീട്ടിലിനി ഒരു മുറിയാണെങ്കിൽ പോലും നമ്മൾ ഈ വീട് എടുക്കുകയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ലൈവും പണ്ടാറും ഇതെല്ലാം കഴിഞ്ഞിട്ട് മൈൻഡ് ഒരുമാതിരിയാവും. ലൈവ് എന്നല്ല, മൊത്തത്തിൽ എല്ലാ കാര്യവും. ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. ഒരു 2:30-3 മണിയാകുന്ന സമയത്തല്ലോ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു തണൽ വരും. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനും ഇല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഒരു ചായ എല്ലാം കുടിക്കാൻ അടിപൊളിയായിരിക്കും. അവന്മാർ ഉറങ്ങായതുകൊണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവും ഫുഡ് കഴിക്കാൻ. ഞാൻ പിന്നെ ഉറക്കമെന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഫുഡ് കഴിക്കുക. ആദ്യം തന്നെ കുറച്ച് മീൻകറി, കുറച്ച് കോവക്കുപ്പേരി, നല്ല അച്ചാറാന്ന് തോന്നുട്ടോ, പിന്നെ ഒരു കഷ്ണം മീൻ, കുറച്ച് മോര് കറിയും കൂട്ടിയിട്ട് സ്വർഗം. മറ്റേ ഇപ്പം കുറച്ചും മുമ്പ് ട്രെൻഡിങ് ആയില്ലേ മറ്റേ ആൾ ഫുഡെല്ലാം കൂട്ടിക്കുഴച്ച് കഴിക്കുന്നത്, അതേപോലത്തെ റീലൊക്കെ വേണമെങ്കിൽ ഇവിടെ എടുക്കാം. നല്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. ആദിൽ ബ്രോ, എങ്ങനെയുണ്ട് ഫുഡ്? പറ, ഇങ്ങനത്തെ മറ്റേ കറി എടുത്തില്ലേ, മോര് കറി? അങ്കമാലി മാങ്ങക്കറിയാണ്. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. കാരണം വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് നേരെ പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, കറണ്ട് പോകും. അപ്പോൾ മറ്റേ PCൻ്റെ ഇത് മേടിക്കണം, UPS മേടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പോവും. ഞാൻ അഷ്ഫാഖും കൂടി പുറത്തു പോകും. എന്താടാ, ആരെ വിളിക്കുന്നത്? ഇനി എത്ര പേരാടാ? കൊറേ പേരുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതിന് ഓണറില്ലേ, വീട് മാറി പോയപ്പോ നായിട്ട് പോയി. അങ്ങനെയാ? ഓണറിനെ ഇതെന്താ മറ്റേ ഇങ്ങനത്തെ നായിൻ്റെ കഥ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ കാത്തിട്ട് വയസ്സായി പോന്നെ. വീട്ടില് ആരെ? എടാ ഇരുന്നടാ, എന്താ മോനെ
അല്ല അപ്പൊ നേരത്തെ നീനെ കണ്ടില്ല. ഇതൊന്നും ആർക്കോട്ട് താങ്ങിയത് പോലെ ഉണ്ടല്ല നായിന്റെ സ്നേഹമുണ്ട്. നമ്മളൊന്നും ഇല്ലേ എടാ ഒന്നും തിന്നിട്ടില്ലേ? അല്ല ഇടക്ക് കുറച്ച് വെജിറ്റേറിയൻ ഒക്കെ ആവാ. അല്ല അപ്പം എനിക്ക് അല്ല എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്. എനിക്ക് തൊടാൻ എന്താ മടി. ഫുഡ് കഴിക്ക്. എന്താ പോപ്പിയാ? പോപ്പി എടാ എടാ അതിന്റെ മുഖത്ത് എന്താ ചെള്ളുണ്ടാ? എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഗ്രൂം ചെയ്യുന്ന എന്ത് ചെള്ളില്ലേ? അതുണ്ട വലുതായിട്ടുണ്ട് അതിന്റെ മുഖത്ത്. ഇതാ എവിടെ എടുത്ത് അതെ 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 കണ്ട 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 ആ സാധനം. പക്ഷെ അതിന് പറിക്കുമ്പോൾ ദേഷ്യം പിടിക്കുക. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. പക്ഷെ നേരത്തെ നീനെ കണ്ടിട്ടില്ല. രാത്രി സമയത്ത് ഇത് എവിടെ പോന്ന്? രാത്രി സമയത്ത് ഇതിനെ കാണാനില്ല. എന്താ പൂപ്പി ഗൈസ്? അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ UPS വാങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി. ഇതെന്താ ഇയാള് പോയിട്ടൊന്നുമില്ലേ? എന്തൊക്കെയാടാ നീ പറയുന്നേ? മസാജിന് വേണ്ടിട്ടാ? ഇതിങ്ങനെ ഇരായിട്ട് കുത്തിരിക്കൂലേ? ബാ മതി. ഇതിങ്ങനെ എപ്പോഴും തടവാനായിട്ട് കുത്തിരിക്കും. നമുക്ക് നമ്മളെ പണിയില്ലേ, അത് ചെയ്തിട്ട് വരാം കേട്ടാ. പോയിട്ട് വരുമ്പോ ബിസ്ക്കറ്റ് ആയിട്ട് മേടിച്ചിട്ട് വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ ഓക്കെ. ഓ താങ്ക് യു. അപ്പൊ ഗൈസ് നമ്മൾ പോയിട്ട് വാങ്ങിയിട്ട് വരാം. വേറെന്താ വേറെ പരിപാടികളുണ്ടാ? ഓക്കെ. അപ്പോൾ UPS വാങ്ങണമെന്നുണ്ട്. പിന്നെ വേറെ 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. നോക്കി നോക്കാം. വേറെന്താ വേറെ പ്ലാൻ ഉണ്ടാ? വേറെ നമുക്ക് കുറച്ച് സീക്രട്ട് പ്ലാൻസ് ഉണ്ട്. സീക്രട്ട് പ്ലാൻസാ? എന്ത്? നമുക്കൊരു സർപ്രൈസ് സ്ഥലത്തേക്ക് നമ്മൾ പോണേ. ഇപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പറ്റുമോ? വീഡിയോ കാണിക്കാം. നമുക്ക് ആടെ നമുക്ക് തീരുമാനിക്കാം വീഡിയോ കാണിക്കണം. സംഭവം എന്താ? ഇത് 80+ ആയിട്ടുള്ളൊരു സംഭവമാണ്. മീൻസ് വൃത്തിയിടൊന്നുമല്ല. വീഡിയോ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഞാനും അറിയില്ലല്ലോ. അതാണ് സർപ്രൈസ്. പിന്നെ സർപ്രൈസ് ഞാൻ അങ്ങനെ പറഞ്ഞ വേറെ എന്തെങ്കിലും രീതിയിൽ ഇല്ല അങ്ങനത്തെ ഒന്നല്ല. അങ്ങനത്തെ തുടർന്നല്ല. അത് ഓഡിയൻസിന് അറിയാം. പിന്നെ നമുക്ക് അതിലേക്ക് കിടക്കാം. വേറൊരു കാര്യണ്ട്, മമ്മദിന്റെ മുടിയുണ്ടെങ്കില് നമ്മള് പറയുന്ന ഇവൻ ഇത് ഈ സംഭവം നമ്മള് റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല ഇവൻ ഫോട്ടോ എടുത്തില്ല. ഞാൻ ഫോട്ടോ എടുത്തില്ല. ഇതൊന്നും ഇങ്ങനത്തെ മുടിയാക്കാൻ കാരണം ഇതിന്റെ കളർ എന്താ? ഇത് വെയിലടിക്കുമ്പോഴേ രസമുള്ളൂ കേട്ടാ. എന്താ ജാസ്തി പരിപാടി? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? മൊത്തത്തില് കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കണ്ടേ? ലാസ്റ്റ് പുതിയ ഫോൺ അതൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ അതിന് വേറെ ഊക്ക് കിട്ടണ്ട. അപ്പൊ പിടിച്ചത് എന്ത് 13 Pro അന്ന് ഇല്ല. ഇത് വേറെ തന്നെ ട്രെയിനിന് ഞാന് പോണ്ടതും പറഞ്ഞിട്ട് അതിന്റെ ഊക്കൊരു എയറിൽ വേറെ തന്നെ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് പോയോക്കട്ടെ. എന്റെ പണിയെടുക്കുന്ന സ്ഥലം ഞാൻ ഇവിടെ വരും രാവിലെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ. ഇത് നമ്മളെ വീട് പിന്നെ ഷമീറിന്റെ കണ്ടില്ല, ഒരു കായലിന്റെ സൈഡിലാണെങ്കിലും റോട്ടുമെന്ന് കുറച്ച് ഇത് ഉള്ളിലേക്ക് വരണം. പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തതാ. കാരണം അല്ലെങ്കിൽ ടൗണിന്റെ അടുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉലകയാത്ര നടക്കാൻ പോകുന്നത് അല്ലേ? ഉലകയാത്ര അതായത് റൂട്ടിലൂടെ നടന്നു, ബസ്സുകൾ പിടിക്കുന്നുണ്ട്. ഇന്ന് ബസ്സിലൊക്കെ കേട്ടോ പോകുന്നത്. കാരണം ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ബസ്സിൽ കയറുന്നത്. ജാസി ഫസ്റ്റ് ഒരു വ്ളോഗ് എടുത്തിന് റമദാന്റെ ഫസ്റ്റ്. ഞാൻ പറയട്ടെ നിന്റെ ചാനലിലുണ്ട്. റമദാന്റെ ഫസ്റ്റില് ഒരു വ്ളോഗ് എടുത്തിന്. പക്ഷെ എഡിറ്റ് കഴിയുന്നത് റമദാൻ 29 സത്യോ? കാരണം ഒരു സിനിമ പോലെ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. വലിയ അടിപൊളി ആയതുകൊണ്ടല്ലടാ എടുത്തത്. ഐഫോണില്ല. നിങ്ങൾക്ക് അറിയാലോ, ഐഫോൺ എടുത്ത ഫൂട്ടേജ് എല്ലാം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെയല്ല ഓരോന്നായിട്ട് അതിന്റെ കഥകൾ വേറെ ഉണ്ടാക്കും. പിന്നെ പറയും ഇപ്പോഴും വരാൻ പറ്റില്ല. എന്നിട്ട് നിന്റെ ചാനലിലുള്ളത്
പ്രൈവറ്റിലല്ലേ പബ്ലിക് ആക്കല്ലേ വേണമെങ്കിൽ പബ്ലിക് ആക്കണ എന്തിന്റെ റമദാനും കഴിഞ്ഞ് പെരുന്നാൾ ഹജ്ജ് പെരുന്നാൾ എത്തി. പറഞ്ഞ പോലെ ബലി പെരുന്നാൾ എത്താനായി. അല്ല ഞാനൊരു വ്ളോഗ് എടുത്തിട്ട് അങ്ങോട്ടാ ഞാനൊരു വ്ളോഗ് അന്ന് എടുത്തിട്ട് ഇന്നേ വരെ ഇട്ടില്ല. റമദാന്റെ പെരുന്നാളും കഴിഞ്ഞിട്ട് ഇപ്പം ബലി പെരുന്നാളാവാനായി. അപ്പം എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ എന്തൊക്കെ ഇപ്പം പറയുന്നത് എനിക്കറിയില്ല. ബാക്കി നമ്മൾ നോക്കിയിട്ട് കാണും. ഒന്നിങ്ങനെ നമ്മളെന്തെങ്കിലും കുറിച്ചാ ഓക്കെ. അപ്പം നമ്മള് അവരെ ഒരു ബഹുമാനം കാണുന്നത് അവരൊരു ആരാധന. അങ്ങനെയുള്ള ഒരു നാക്കുണ്ട്, വെറുതെ ഇങ്ങനെ അതിലൊരു ഇതുണ്ട്. ഇവിടെ തൊട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ ആക്കുന്നില്ല. ഇപ്പൊ ആരാണ് അറിയാത്തവര് എന്താ നമ്മളൊരു ബഹുമാനം കാണുന്നത്. ഓക്കെ അല്ല ബസ്സെല്ലാം പോകുന്നുണ്ട്. അപ്പൊ എന്തായി കഴിഞ്ഞാലും ബാക്കി വിശേഷങ്ങൾ ബസ്സൂരടാ അപ്പൊ നമുക്ക് ആടെത്തിയിട്ട് കാണാം. നമ്മൾ അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് എന്തേനോ ഫോണ് വ്ളോഗ് എടുക്കാൻ മോനെ. നമ്മൾ KSRTC ബസ്സിലെല്ലാം കയറും. ഹലോ മമ്മു, നിങ്ങൾ KSRTC ബസ്സിൽ കയറും? സൗജന്യ യാത്ര ഉണ്ടോളി? സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര പെണ്ണുങ്ങൾക്കാ? പെണ്ണുങ്ങളുള്ളതല്ലേ എനിക്കുണ്ടല്ലോ. പറഞ്ഞ പോലെ VD സതീശൻ അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടല്ലോ. പക്ഷെ പിങ്ക് ബസ് മാത്രം പറ്റിച്ച് നമ്മളെ പറ്റിച്ച് അല്ല പെണ്ണുങ്ങളെ പറ്റിച്ച്. ഒറ്റ ബസ് കാസർഗോഡ് തിരുവനന്തപുരം വരെ. അതിൽ അല്ല ഒന്നാണോ എത്രയാണെന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കയറുന്നൊരു ബസ്. അതിൽ മാത്രമേ കയറാൻ പറ്റൂ. ജാസിക്ക് നിനക്ക് കയറാൻ പറ്റും. ജാസിക്ക് കയറാൻ പറ്റൂടാ. നീ ശിഖണ്ഡിയല്ലേ ഗൈസ്? അപ്പോൾ അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഉണ്ടെങ്കിൽ ബസ്സിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഓടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ പോയിക്കോളൂ. പ്രത്യേകിച്ച് KSRTC. എനിക്ക് ലോങ് പോകാൻ ഇഷ്ടമല്ല. ഞാൻ ഛർദിക്കല്ല, എന്താ ചെറിയ കുട്ടികളാ ഇപ്പോഴും. ഇപ്പൊ ഞാൻ ഇതുവരെ ഈ അടുത്തൊന്നും ഛർദിച്ചിട്ടില്ല. പക്ഷെ പണ്ട് ഛർദിക്കും. നമുക്ക് മെട്രോയിൽ ഇറങ്ങിയാൽ പോരെ? ഇവിടെ ഇറങ്ങിയാൽ പോരെ? മെട്രോയിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഇനി ഇവിടുന്ന് തന്നെ സാധനം ഉണ്ടാവില്ലേ? ലൊക്കേഷൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ പോയിട്ട് നോക്കി നോക്കാം. ഗൈസ് ഇങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എത്തിയാ ഇനി എങ്ങോട്ട് പോകണ്ടേ? പോക്കറ്റ് ഷവർമ കഴിക്ക്. എവിടെ പോയാലും ആദ്യം ഫുഡ് കഴിച്ചാലും ഒരു ആവേശം വരും. കഴിക്കാൻ ചെറുതായി ഒന്ന് വഴി തെറ്റിന്ന് തോന്നുന്നു. ഇല്ലേ? നമ്മൾ KSRTCക്ക് ശേഷം ഇലക്ട്രിക് KSRTCക്ക് ശേഷം KSRTC എടാ നിനക്കോ എനിക്ക് ആർക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ഇല്ല, പ്രൊണൗൺസിയേഷനും അറിയില്ല. നീ ഒന്ന് പറഞ്ഞ KSRTC KSRTC അല്ല, ഇത് നാക്ക് പിഴയാണ്. ഈ രാവിലെ പല്ലാൻ തേച്ചിന് കാണിക്കേ. ഇവന്റെ പല്ല് മഞ്ഞ കളറാ. എത്തിയാ ധാര വരുന്നു. ജ്യൂസ് ഉണ്ട്, ഷേക്ക് ഉണ്ട്, ഫലൂസ് കോക്ടെയിൽ ഉണ്ട്, പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കേക്ക് ബിരിയാണി, എല്ലാ ബിരിയാണി ഏതാ വേണ്ട. വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, എല്ലാ പൊളിച്ചും ഉണ്ട്. ഏതാ വേണ്ട? അപ്പൊ നിങ്ങള് യൂട്യൂബിലെ ചങ്ങായി അല്ലേ? നിങ്ങളൊക്കെ നിർത്തിയാ? അതാരാ യൂട്യൂബിലാരാണ്? സോറി ബ്രോ, കുറച്ച് തിരക്കില്ല ഓർഡറിലാ. കുറച്ച് തിരക്കില്ല ഓർഡറിലാ. കുഞ്ഞിനെ പോലും ഇവിടെ കാണുന്നില്ലടാ. ബ്രോ അവിടെ എന്താ വേണ്ട ബ്രോ? ഒന്നും വേണ്ട ബ്രോ, താങ്കൾ ഇവിടെ ഇരുന്നാ മാത്രമേ. ഉറപ്പാണോ? ഇരുന്ന ബ്രോ. ഓംപ്ലേറ്റ് വിട്ടേ. എടാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. വീട്ടിലൊരു ഫുഡുണ്ട്, അതിൻ്റെ എന്തെങ്കിലും മാണെന്ന് പറഞ്ഞിട്ട് ബോട്ട് 2 വരും. ഒരു കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് നല്ല ബോട്ടിയും ദോശ അടിക്കാണ്. വീട്ടിൽ ഓൾറെഡി ഫുഡുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് കഴിക്കാന്ന്. എനിക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് വിശപ്പ് സഹിക്കാനുള്ള ഇതില്ല. വേണ്ട. അപ്പോൾ എന്തായാലും വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിൽ വീട്ടിലത്തെ ഫുഡും കൂടി കാണിച്ചിട്ട് എൻ്റെ ചെയ്യും, അതല്ലെങ്കിൽ ഇവിടെ എൻ്റെ ചെയ്യും. ഓക്കെ ബൈ.